പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അവസാനത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അവസാന ചാപ്റ്റർ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം തിയറി പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ ഇവിടെ അക്കൗണ്ടൻസിൽ വരാൻ സാധ്യതയുള്ളത് ഒന്ന്, നമ്മൾ ലാബ് എക്സാമിന് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ DBMS ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണത്. ഓക്കെ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഏതാണ്? ലിബ്രെ ഓഫീസ് ബേസ് ആണ്. അപ്പോൾ ലിബ്രെ ഓഫീസ് ബേസ് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അതിൽ എന്താണ് ഡാറ്റാബേസ്, എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, എക്സാമ്പിൾസ് ഓഫ് DBMS സോഫ്റ്റ്വെയർ, എക്സാമ്പിൾസ് ചോദിച്ചു വന്നിട്ടുണ്ട്. DBMS സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഒന്ന് നമ്മളോട് പഠിച്ചത് ലിബ്രെ ഓഫീസ് ബേസ്, പിന്നെ MySQL CL പഠിച്ചിട്ടുണ്ട്, ഒറാക്കിൾ, MS ആക്സസ്, ഇതൊക്കെ എന്താണ് DBMS സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിബ്രെ ഓഫീസ് ബേസിൻ്റെ കോമ്പണൻസ്. ലിബ്രെ ഓഫീസ് ബേസിൻ്റെ കോമ്പണൻസ് ആണ് എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ളത് കേട്ടോ. 4 കോമ്പണൻസ് ആണ് ലിബ്രെ ഓഫീസ് ബേസിനുള്ളത്. ഒന്ന് ടേബിൾ, രണ്ടാമത്തെ ക്വറി, മൂന്നാമത്തെ ഫോം, നാലാമത്തെ റിപ്പോർട്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 90% നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കോമ്പണൻസ് ഓഫ് ലിബ്രെ ഓഫീസ് ബേസ്. DBMSൻ്റെ കോമ്പണൻസ് വേറെയാണ്, അത് ഡാറ്റ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ യൂസറൊക്കെയാണ്. നമ്മൾ ചോദിച്ചു വന്നിട്ടുള്ളത് എന്താണ്? ലിബ്രെ ഓഫീസ് ബേസിൻ്റെ കോമ്പണൻസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ്? ടേബിൾ, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്. ക്വസ്റ്റ്യൻ മാറിപ്പോകരുത്. DBMSൻ്റെ കോമ്പണൻസ് ആണെങ്കിൽ ഡാറ്റ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ യൂസറാണ് എഴുതേണ്ടത്. ലിബ്രെ ഓഫീസ് ബേസിൻ്റെ കോമ്പണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ, ക്വറീസ്, ഫോംസ്, റിപ്പോർട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് ചെയ്യാനാണ് ടേബിൾ ഉപയോഗിക്കുക. അതിൽ റോസ്, കോളംസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ക്വറീസ് എന്താണെന്ന് വായിച്ചു നോക്കുക, ഫോംസ് എന്താണെന്ന് വായിച്ചു നോക്കുക, റിപ്പോർട്ട് എന്താണെന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സിമ്പിൾ സെൻറ്റൻസിൽ ഒറ്റ സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഒരു ചെറിയൊരു സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ DBMSൽ എങ്ങനെയാണ്, ലിബ്രെ ഓഫീസ് ബേസിൽ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ലാബിൽ ചെയ്ത കാര്യമാണ്, ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കുക, എങ്ങനെയാണ് അവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം സ്റ്റെപ്പൊക്കെ എഴുതുക. ലിബ്രെ ഓഫീസ് ബേസ് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്പ് എഴുതുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ 4 കോമ്പണൻസും കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ 4 കോമ്പണൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് ടേബിൾ, ഈ ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്ന് കാണാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരും. അതിൽ ഫീൽഡ് നെയിം, ഫീൽഡ് ടൈപ്പ്, ഫീൽഡ് പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, ദെൻ അതിന് ശേഷം അതിന് മുകളിൽ പ്രൈമറി കീ സെറ്റ് ചെയ്യുക. ദെൻ പേര് കൊടുത്തിട്ട് ഏതെങ്കിലും പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ ചോദിച്ചു വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ് പ്രൈമറി കീ, എന്താണ് ഫോറിൻ കീ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് മസ്റ്റ് സ്റ്റഡി ആയിട്ട് വേണം. ഓക്കെ, ലിബ്രെ ഓഫീസ് ബേസിൻ്റെ കോമ്പണൻസ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടൂൾസ് റിലേഷൻഷിപ്പ് വെച്ചിട്ട് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണതിൻ്റെ സ്റ്റെപ്സ്, അതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ ഒരു 1 വേർഡ് ചോദ്യമാണ്. ലിബ്രെ ഓഫീസ് ബേസിൻ്റെ ഫയൽ .odb ഫയൽ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യാൻ ലിബ്രെ ഓഫീസ് ബേസിൻ്റെ ഫയൽ സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എക്സ്റ്റൻഷൻ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇത്രയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.